വയനാട് കാഴ്ചകളുടെ ഒരു ലോകം തന്നെയാണ്. കണ്ടാലും കണ്ടാലും മതിവരാത്ത പുതിയ പുതിയ കാഴ്ചകൾ. നിരവധി തവണ വയനാട് കൽപ്പറ്റയിൽ പോയപ്പോൾ എൻ്റെ ശ്രദ്ധ പതിഞ്ഞ ഒരു സ്ഥലമായിരുന്നു മയിലാടി പാറ. കൽപ്പറ്റയിൽ ഉയർന്നു നിൽക്കുന്ന വിസ്മയ ലോകം. കൽപ്പറ്റ ബൈപ്പാസിൻ്റെ അരികത്തായി ഗൂഡലായി എന്ന സ്ഥലത്താണ് മയിലാടി പാറ. ഒറ്റനോട്ടത്തിൽ നമുക്ക് എത്തിച്ചേരാൻ അസാധ്യമാണെന്ന് തോന്നുമെങ്കിലും നിഷ്പ്രയാസം നമുക്ക് ഈ ഉയരത്തിലെത്താം. ഈ കാണുന്ന ഒരു സ്ഥലം വരെ മാത്രമേ നമ്മുടെ വാഹനം പോവുകയുള്ളൂ. ഇനി നടത്തം മാത്രമാണ്. ഒരു വനപാതയിലൂടെ എന്ന പോലെ ഉയരങ്ങളിലേക്ക്. നിരവധി കൂറ്റൻ പാറകൾ നാം പോകുന്ന വഴി നമുക്ക് കാണാം. അതെല്ലാം ആസ്വദിച്ച് കിതച്ച് വിയർത്ത് നമ്മൾ എത്തിച്ചേരുന്നത് കൽപ്പറ്റയെ മൊത്തം ഒറ്റ ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്ന, അധികം ആർക്കും അറിയാത്ത ഈ ഒരു വ്യൂ പോയിന്റിലേക്കാണ്. കൂറ്റൻ പാറയ്ക്ക് മുകളിൽ ഒരു കുഞ്ഞു ക്ഷേത്രം. അതാണ് ഒറ്റവാക്കിൽ മയിലാടി പാറ എന്ന് പറഞ്ഞാൽ. ജൈന വിഭാഗക്കാരുടെ ജൈന ക്ഷേത്രമാണത്രേ ഇത്. വർഷത്തിൽ ഒരു തവണ ഉത്സവ പ്രതീതിയോടെ ഒരു പൂജ നടക്കുമത്രേ. അതല്ലാതെ വേറെ ആഘോഷ പരിപാടികളൊന്നുമില്ല. പ്രവേശനം തീർത്തും സൗജന്യമാണ് ഇവിടേക്ക്. സൂര്യോദയവും അസ്തമയവും കാണാൻ വയനാട് ഇത്ര നല്ലൊരു ലൊക്കേഷൻ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്ര മനോഹരം. പ്രണയ ജോഡികൾക്കും ചങ്കുകൾക്കും ഒപ്പം സമയം ചിലവിടാൻ ഒരു ഒന്നൊന്നര സ്ഥലം തന്നെയാണ് മയിലാടി പാറ. കൽപ്പറ്റ ബൈപ്പാസിലൂടെ പോകുമ്പോൾ ഈ ഒരു കൂറ്റൻ പാറ കണ്ട് എത്തിച്ചേരുന്നവരാണ് മിക്ക പേരും. ഒരിക്കൽ വന്നവർ വീണ്ടും വരും എന്ന കാര്യത്തിൽ സംശയമില്ല. എവിടെയാണ് നിങ്ങൾ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട് കുറ്റ്യാടി എന്ന് അറിയും. ഓക്കെ, എങ്ങനെ ഇവിടെ എങ്ങനെ ഒരു സ്ഥലമുള്ളത് കണ്ടുപിടിച്ചോ? ജസ്റ്റ് ഇതിലെ ബൈപ്പാസിലൂടെ ഇങ്ങനെ മേപ്പാടിയൊക്കെ പോയി നമുക്ക് കണ്ടതാ. അങ്ങനെ ജസ്റ്റ് ഇതിലെ കയറി. നല്ല വൈബും കാര്യങ്ങളാണ്. എങ്ങനെ ഇഷ്ടമായോ സ്ഥലം? അങ്ങനെ സ്ഥലം ഉഷാറാണ്. നൈറ്റൊക്കെയാണ് ടെൻ്റ് അടിച്ച് ഉഷാറാക്കാം. ഓക്കെ, എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? പൊളിയാണ്, ഉഷാറൊന്നും പറയാനില്ല. നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങൾ 4 ആളുണ്ട്. ബൈക്കിൽ വന്നോ? ബൈക്കിലാണ്. ഓക്കെ, അടിപൊളിയാണ്. ഉഷാറ്. വൈകുന്നേരം 4 മണിയോടെ എത്തി രാത്രി വൈകി മടങ്ങുന്നവരാണ് മിക്ക പേരും. കൽപ്പറ്റ ടൗണിൻ്റെ വൈദ്യുത ദീപങ്ങളുടെ രാത്രി കാഴ്ച ആസ്വദിക്കാനാണ് ഇത്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ നിന്നും മടങ്ങാൻ തോന്നില്ല. പക്ഷേ അല്പം അപകടം പിടിച്ച ഒരു മേഖലയാണിതെന്ന് പറയാതെ പറ്റില്ല. കാരണം ഉയരം കൂടിയ പാറയിൽ നിന്നും വഴുതി വീഴാനും താഴ്വാരത്തിലേക്ക് പതിക്കാനും സാധ്യത ഏറെയാണ്. അതിനാൽ വളരെ ശ്രദ്ധയോടെ വേണം ഇവിടെ ചിലവിടാൻ. സിനിമകളിലൊക്കെ കാണുന്ന പോലെ പടുകൂറ്റൻ പാറയ്ക്ക് മുകളിലുള്ള ഈ ഒരു ക്ഷേത്രത്തിന്റെ ചുവരിൽ
സന്ദർശകർ അവരുടെ പേര് എഴുതി ചേർത്തതാണ് ഈ കാണുന്നത്. അതുപോലെ വളരെ മനോഹരമായി ക്ഷേത്രത്തിന് സമീപത്തായി ഒരു മരവും കാണാം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പുലി ഇറങ്ങിയതായി പറയപ്പെടുന്നു. എങ്കിലും നല്ല സേഫായ ഒരു സ്ഥലം തന്നെയാണ് ഇവിടം. ഇവിടേക്ക് വരുന്ന സുഹൃത്തുക്കളോട് ഒരു കാര്യം ആദ്യമേ പറയട്ടെ. പ്ലാസ്റ്റിക് പോലുള്ള മാലിന്യങ്ങൾ ദയവായി ഇവിടെ ഉപേക്ഷിക്കാതിരിക്കുക. വൈകുന്നേരമായാൽ കൂട്ടത്തോടെ വാനര സംഘം ഇവിടേക്ക് എത്തും. അതിനാൽ കയ്യിലുള്ള സാധനങ്ങൾ ശ്രദ്ധയോടെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ അവരത് കൈക്കലാക്കിയേക്കാം. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ പുൽപ്പള്ളി. വയനാട് തന്നെയാണല്ലേ? വയനാട്. എങ്ങനെ ഈ സ്ഥലത്ത് ആദ്യമായിട്ടാണോ വരുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. ചേട്ടായിമാരൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടോ? അടിപൊളി സ്ഥലമാണ്. എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരോട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക സ്ഥലത്തിനെ പറ്റിയിട്ട്? അടിപൊളി സ്ഥലം, എല്ലാവർക്കും വന്ന് കണ്ട് എന്റർടൈൻമെന്റ് ചെയ്യാൻ നല്ല സ്ഥലമുണ്ട്. അടിപൊളി സ്ഥലമാണ്. വയനാട്ടിലെ മറ്റുള്ള സ്ഥലത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ വരുമ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഇവിടെ നോക്കിയാൽ കൽപ്പറ്റ ടൗൺ ഫുള്ള് കാണാം. ഇല്ല, ഇവിടെ ക്രൗഡ് കോമൺലി കുറവാണ്. പിന്നെ ഇനിയും വരുമോ ഇവിടേക്ക്? ഓഫ് കോഴ്സ്, എന്തായാലും വരും. എവിടുന്നാണ് വരുന്നത്? നിലമ്പൂര്. എങ്ങനെ സ്ഥലം അടിപൊളിയാണോ? ഇത് അടിപൊളി സ്ഥലം. മൊത്തത്തിൽ അങ്ങനെ സ്ഥലത്തിനെ പറ്റി ഒന്ന് പറഞ്ഞേ. സൂപ്പർ സ്ഥലമാണ്. കുറേ എന്താണ് ഇടുക്കി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ കാണാനുള്ള സ്ഥലം വയനാട് തന്നെയാണ് കേരളത്തിൽ. പിന്നെ അടുത്ത് മലപ്പുറം കൊണ്ട് ഇടയ്ക്ക് പോയി ഓരോരോ സ്ഥലം കണ്ടുവരാം. പിന്നെ ബാക്കി ജില്ലക്കാർക്കൊന്നും അങ്ങനെ നടക്കലുണ്ടാവില്ല. ദൂരത്തു നിന്ന് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ സ്റ്റേ ചെയ്ത് പോകേണ്ടി വരും. നമുക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, ഞങ്ങൾ അഭിമാനിക്കുന്നു. ഈ ഒരു സ്ഥലത്തിനെ പറ്റി എന്താ അഭിപ്രായം? ഇത് സ്ഥലമാണ്. ചില ആൾക്കാർ കയറാനുള്ള പ്രയാസം കൊണ്ട് നടക്കാനുള്ളത് കൊണ്ട് ദൂരെ വണ്ടി എടുത്തിട്ട് ചിലവർ വരില്ല. ചിലവാണെങ്കിൽ വണ്ടി ഇവിടെ വരെ വരാവുന്നതുകൊണ്ട് കുറച്ച് നടക്കാനുള്ളത് കൊണ്ട് പെട്ടെന്ന് എല്ലാവരും മിക്ക ആൾക്കാരും കയറി വരുന്നുണ്ട് ടൗണിൽ തന്നെ ആയതുകൊണ്ട്. ഈ സ്ഥലത്തിനെ പറ്റി മുന്നേ അറിയായിരുന്നോ? ഒരു തവണ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോരോ പോസ്റ്റ് കണ്ടിട്ട് നല്ല ഫോട്ടോയിലൊക്കെ കണ്ടിട്ട് ഒരു തവണ 2019 വന്നിട്ടുണ്ട്. ഇരുട്ട് കൂടി കാഴ്ചകൾ മങ്ങി വരുന്നതിനാൽ ഞാനും പതിയെ മടങ്ങുകയാണ്. ഇതുപോലെ മറ്റൊരു പുതിയ കാഴ്ചകൾ തേടി.